ഒരു വശത്ത് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന വിജയ്, മറുവശത്ത് പുറത്തുനിന്ന് അദ്ദേഹത്തിന്റെ സർക്കാരിന് പിന്തുണ നൽകുന്ന ഇടതുപക്ഷം. ഇതിനിടയിലാണ് ഇടതു പാർട്ടികളെ ലക്ഷ്യമിട്ട് തമിഴ്നാട് ചീഫ് സെക്രട്ടറിയുടെ 2 വിവാദ ഉത്തരവുകൾ വരുന്നത്. ഇതോടെ ഇടതു ക്യാമ്പിൽ വിജയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരുകയാണ്. ഇടതു വിരുദ്ധ സർക്കുലർ ഇറക്കുന്ന ഉദ്യോഗസ്ഥർ വേണോ അതോ ഇടതു പാർട്ടികളുടെ പിന്തുണ വേണോ എന്ന് കടുത്ത ഭാഷയിൽ തന്നെ ചോദിച്ചിരിക്കുകയാണ് CPM. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയൊരു അധികാരപ്പോരിന്റെ സൂചനയാണോ ഇത്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. രണ്ട് വ്യത്യസ്ത സർക്കാർ ഉത്തരവുകൾ പുറത്തു വന്നതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ആദ്യത്തേത് CPM CPI പ്രവർത്തകരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദിണ്ടിഗൽ ജില്ലയിലെ തഹസിൽദാർ നൽകിയ ഉത്തരവാണ്. ഓഗസ്റ്റ് 18 നൽകിയ ഈ നിർദ്ദേശം തഹസിൽദാരുടെ അധികാര പരിധിക്കപ്പുറമുള്ള നടപടിയാണെന്നും രാഷ്ട്രീയമായി തങ്ങളെ ലക്ഷ്യം വെക്കുന്നതാണെന്നും CPM-ഉം CPI-യും ആരോപിക്കുന്നു. ഈ വിവാദം കെട്ടടങ്ങും മുൻപാണ് അടുത്ത വിവാദ ഉത്തരവ് വരുന്നത്. തമിഴ്നാട്ടിലെ ക്യാമ്പസുകളിൽ ഇടതു പാർട്ടികൾ സംഘടിപ്പിക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ളതായിരുന്നു പുതിയ ഉത്തരവ്. ഇത് നടപ്പിലാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, പോലീസ്, ജില്ലാ ഭരണകൂടം എന്നിവ തമ്മിൽ ഏകോപനം വേണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് അന്ത്യശാസനവുമായി CPM രംഗത്തെത്തിയത്. ഇടതുവിരുദ്ധ സർക്കുലറുകൾ ഇറക്കുന്ന ഉദ്യോഗസ്ഥർ വേണോ അതോ ഇടതു പാർട്ടികളുടെ പിന്തുണ വേണോ എന്ന് വിജയ് തീരുമാനിക്കണം എന്ന് CPM സംസ്ഥാന സെക്രട്ടറി P. ഷൺമുഖം തുറന്നടിച്ചു. ക്യാമ്പസുകളിൽ ഇടതു പ്രതിഷേധം അനുവദിക്കരുതെന്ന സർക്കുലർ നൽകിയത് ചീഫ് സെക്രട്ടറി സായ് കുമാർ നേരിട്ടാണെന്ന റിപ്പോർട്ടിന് പിന്നാലെയായിരുന്നു CPM വിജയ്ക്കെതിരെ ആഞ്ഞടിച്ചത്. ഇടത് MLA-മാരുടെ പിന്തുണയിലാണ് വിജയ് സർക്കാർ തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചത് എന്നും അത് മറന്നുപോകരുതെന്നും CPM സെക്രട്ടറി P. ഷൺമുഖം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ച ചീഫ് സെക്രട്ടറിയുടെ കാലാവധി വിജയ് സർക്കാർ നീട്ടി നൽകിയത് കേന്ദ്രത്തെ പ്രീണിപ്പിക്കാൻ എന്ന വിമർശനം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയിരുന്നു. ഇവിടെയാണ് CPM ഏറ്റവും ഗുരുതരമായ ചോദ്യം ഉന്നയിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത് തടയാൻ സർക്കാർ സംവിധാനത്തെ ഉപയോഗിക്കാൻ കഴിയുമോ? അതിലും പ്രധാനമായി ഇത്തരമൊരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ വന്നത്? കാരണം ഈ നിർദ്ദേശം ജൂലൈയിൽ നടന്ന അവലോകന യോഗത്തിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ടതാണെന്നാണ് CPM ആരോപിക്കുന്നത്. ആ യോഗത്തിൽ തമിഴ്നാട് ചീഫ് സെക്രട്ടറി M. സായ് കുമാറും പങ്കെടുത്തിരുന്നു. പിന്നീട് ഉത്തരവ് വിവാദമായതോടെ കോളേജ് വിദ്യാഭ്യാസ കമ്മീഷണർ ഈ സർക്കുലർ പിൻവലിച്ചു. പക്ഷേ CPM പറയുന്നത് ഉത്തരവ് പിൻവലിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിക്കുന്നില്ല. ഉത്തരവിറക്കാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി എന്നതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. ചീഫ് സെക്രട്ടറി സായ് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാണ് CPM-ന്റെ പ്രധാന ആവശ്യം. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രി വ്യക്തിപരമായ വിശദീകരണം നൽകണമെന്നും ഇടതു പാർട്ടികൾ ആവശ്യപ്പെടുന്നു. സംഭവത്തിൽ ദിണ്ടിഗൽ തഹസിൽദാരെ ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റിയതുകൊണ്ട് മാത്രം നടപടി പൂർത്തിയാകില്ലെന്നാണ് CPI-യും പറയുന്നത്. അധികാരികൾ സർക്കാരിന്റെ നിയന്ത്രണത്തിലാണോ അതോ സർക്കാർ അധികാരികളുടെ നിയന്ത്രണത്തിലാണോ? ആരാണ് തമിഴ്നാട് സർക്കാരിനെ നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യമാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാരിന് ഇടതുപക്ഷ പാർട്ടികൾ സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണ നൽകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സംഘർഷം. അതുകൊണ്ട് തന്നെ CPM-ന്റെ ചോദ്യങ്ങൾക്ക് വിജയ് രാഷ്ട്രീയമായി വിശദീകരണം നൽകേണ്ടതുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയമായി പക്ഷപാതപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ എന്നതിന് മുഖ്യമന്ത്രി മറുപടി പറയണം എന്നാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. ഇവിടെ വിജയ്ക്കും വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയാണ് മുന്നിലുള്ളത്. ചീഫ് സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിച്ചാൽ ഭരണ സംവിധാനത്തിനുള്ളിൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങുന്നുവെന്ന വിമർശനം ഉയരാം. നടപടി സ്വീകരിക്കാതെ മുന്നോട്ടു പോയാൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയേക്കാൾ ഉദ്യോഗസ്ഥരുടെ നിലപാടിനാണ് വിജയ് പ്രാധാന്യം നൽകുന്നത് എന്ന ആരോപണവും ശക്തമാകും. അതുകൊണ്ട് തന്നെ ഇതൊരു ഉദ്യോഗസ്ഥനെ മാറ്റണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ച തർക്കം മാത്രമല്ല, വിജയ് സർക്കാരിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? ഇടതു പാർട്ടികൾക്ക് സർക്കാരിൽ എത്രമാത്രം സ്വാധീനമുണ്ട് എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ്. ഇതിനുള്ള വിജയുടെ മറുപടിയാകും ഇനി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത്.